ആക്സിസിൻ്റെ കണ്ടിന്യൂഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് റേ ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണമെന്നാണ്. അപ്പം റേ ഡയഗ്രാം എന്താണെന്ന് അറിയില്ലേ? റേ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലെൻസ് വെച്ചിട്ടോ മിറർ വെച്ചിട്ടോ ഒബ്ജക്റ്റ് അതിൻ്റെ ഇമേജ് എവിടെയൊക്കെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും, അതിൻ്റെ നേച്ചർ എന്തൊക്കെയായിരിക്കും, അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രമാണ് അല്ലെങ്കിൽ ഡയഗ്രമാണ് എന്ത് റേ ഡയഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോർമേഷൻ നോക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് പൊസിഷൻ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഇമേജസ് ഉണ്ടാവുന്നത്, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ്. അപ്പം 3 റൂൾസാണ് സാധാരണ നമ്മൾ റേ ഡയഗ്രാംസ് വരയ്ക്കാൻ ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ റൂൾ എന്താ വെച്ചാൽ ഒരു ലൈറ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ റിഫ്രാക്ഷന് ശേഷം ഫോക്കസ് കൂടെ കടന്നു പോകുന്നു. അതാണ് ഫസ്റ്റ് റൂൾ. എ ലൈറ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസ് കൂടെ കടന്നു പോകുന്നു. അതാണ് ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ എന്താ വെച്ചാൽ ഒരു ലൈറ്റ് റേ ഒപ്റ്റിക്കൽ സെൻറ്ററിലേക്ക് കൂടെ പോവുകയാണെങ്കിൽ അതിനൊരു റിഫ്രാക്ഷന് ശേഷം ഒരു ഡീവിയേഷനും സംഭവിക്കാതെ അത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ തന്നെ പോകും. അതിന് റിഫ്രാക്ഷൻ നടക്കുന്നില്ല, റിഫ്രാക്ഷൻ നടന്നാൽ ഡീവിയേഷൻ സംഭവിക്കുന്നില്ല, അത് അതിൻ്റെ പാത്ത് കൂടെ തന്നെ പോകുന്നു. അതാണ് സെക്കൻഡ് റൂൾ. റേ പാസിംഗ് ത്രൂ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ലെൻസ് ഗോ സ്ട്രെയിറ്റ് ത്രൂ വിതൗട്ട് ഡീവിയേറ്റിംഗ്. നേരെ ഒരു ഡീവിയേഷൻ അല്ലാതെ കടന്നു പോകുന്നു. തേർഡ് റൂൾ എന്താ വെച്ചാൽ ഒരു ലൈറ്റ് റേ ഫോക്കസ് കൂടിയാണ് വരുന്നതെങ്കിൽ റിഫ്രാക്ഷന് ശേഷം അതെന്താ ചെയ്യുന്നത്, അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. ഏകദേശം നമ്മളുടെ ഫസ്റ്റ് റൂളിൻ്റെ പോലെ തന്നെ നേരെ തിരിച്ചാണ് വരുന്നത് അല്ലേ. ഇവിടെ ഫോക്കസ് കൂടെ വന്നു, പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ പാരലായിട്ട് പോകുന്നു റിഫ്രാക്ഷന് ശേഷം. അതാണ് തേർഡ് റൂൾ. കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കേണ്ട തേർഡ് റൂൾ. നമ്മൾ ഈ 3 റൂൾസ് വെച്ചിട്ടാണ് റേ ഡയഗ്രാംസ് വരയ്ക്കുക. ഓക്കെ, ഇനി ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തത് ഒബ്ജക്റ്റ് ബിയോണ്ട് 2F എന്ന് പറയും. ബിയോണ്ട് 2F എന്ന് പറഞ്ഞാൽ എന്താ? ബിയോണ്ട് 2F എന്ന് പറഞ്ഞാൽ 2F എന്ന് കുറച്ച് പുറകിൽ, കറക്റ്റ് 2F അല്ല, 2F എന്ന് കുറച്ച് പുറകിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്, ഒബ്ജക്റ്റ് ഇവിടെയാണ് വെക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ കണ്ട 2 റൂള് തന്നെയാണ് അല്ലേ. ലൈറ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഗോസ് ത്രൂ F. അതേപോലെ തന്നെ ലൈറ്റ് റേ ഇത് കൂടെയാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ കൂടെ, അത് ഒരു ഡീവിയേഷൻ സംഭവിക്കാതെ നേരെ പോകുന്നു. ഈ 2 ലൈറ്റ് റേസും കൂടി മുട്ടുന്ന എവിടെയാണോ അവിടെയാണ് നമ്മളുടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പം റേ ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ എത്ര മിനിമം ലൈറ്റ് റേസ് വരയ്ക്കണം? 2. ആ 2 ലൈറ്റ് റേസ് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെ ആയിരിക്കും നമ്മളുടെ ഇമേജ്. IM എന്ന് എഴുതിയതാണ് നമ്മളുടെ ഇമേജ് വരുന്നത്. ഓക്കെ, ഇമേജ് അവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ്? പൊസിഷൻ വരുന്നത് ബിറ്റ്വീൻ F ആൻഡ് 2F. എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലാണ്. ചിലപ്പോൾ ഇവിടെ F2 2F2 എന്ന് കാണാം. എഫിൻ്റെയും 2Fൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്, ഇമേജ് വരുന്നത്. പക്ഷേ എവിടെയാണ്? ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇമേജ് റൈറ്റ് സൈഡിലാണ് ഉണ്ടാവുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകം എന്താ, നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഇമേജ് തല കുത്തനെയാണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ സൈസ് ഒബ്ജക്റ്റിനെ കാട്ടിയും ചെറുതാണ് അല്ലേ. ഒബ്ജക്റ്റ് ബിയോണ്ട് 2F ആകുമ്പം പ്രത്യേകത എന്താണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് 2F ആകുമ്പം റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആയിരിക്കും ഇമേജ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് ഒബ്ജക്റ്റ് അറ്റ് 2F. ഇപ്പം നമ്മൾ കുറച്ചും കൂടി ലെൻസിൻ്റെ അടുത്തേക്ക് പോവാണ് അല്ലേ. ആദ്യം ബിയോണ്ട് 2F ആയിരുന്നു, ഇപ്പോൾ ഒബ്ജക്റ്റ് അറ്റ് 2F ആണ്. അപ്പോൾ ഇവിടെ കണ്ടു 2F1 എന്ന് എഴുതിയിട്ട് 2F1ൻ്റെ മുകളിലാണ് നമ്മളുടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. വീണ്ടും സെയിം ലൈറ്റ് റേസിൻ്റെ റൂൾ തന്നെ, പാരലൽ ടു ഒപ്റ്റിക് ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഗോസ് ടു F. മറ്റേത് ഒപ്റ്റിക് സെൻറ്റർ കൂടെ പോകുന്നത് അത് നേരെ തന്നെ കടന്നു പോകും. 2 എവിടെയാണ് കൂട്ടിമുട്ടുന്നത് അതായിരിക്കും നമ്മളുടെ ഇമേജ്. അപ്പോൾ ഇവിടെ പ്രത്യേകത കണ്ടോ, ഒബ്ജക്റ്റ് നമ്മൾ വെച്ചത് 2F1ൽ, ഇമേജ് ഫോം ചെയ്യുന്ന മറ്റേ സൈഡിൽ എവിടെയാണ് 2F2 തന്നെയാണ്. എന്നിട്ട് സൈസോ സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണ്? ഇമേജ് ഇസ് ഫോംഡ് അറ്റ്, എവിടെയാണ് ഫോം ചെയ്യുന്നത്? അറ്റ് 2F2. 2F2ലാണ് ഇമേജ് നമ്മൾ ഫോം ചെയ്യുന്നത് അല്ലേ. ഇമേജ് അറ്റ് 2F2. ഇമേജ് അറ്റ്
F2. ഇനി നേച്ചറോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സോ റിയൽ ആണല്ലേ, മറ്റേ സൈഡിലാണ് വരുന്നത്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, തലകുത്തനെയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ, സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ സൈസ് എത്രയാണോ അത്ര തന്നെയാണ് വരുന്നത്. സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ സൈസ് എത്രയാണോ അതേ സൈസ് തന്നെയാണ് ആർക്കും ഇമേജ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി തേർഡ് കേസ്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. അപ്പം ഇവിടെയാണ് നമ്മളുടെ എഫ്, ഇവിടെയാണ് നമ്മളുടെ 2F. അപ്പോൾ എഫിൻ്റെ 2Fൻ്റെ ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. ഇനി ആഫ്റ്റർ ദ സെയിം റൂൾ, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് 2F ത്രൂ O. ഇവിടെ ബിയോണ്ട് 2F ആണ് ആര് ഫോം ചെയ്തിട്ടുള്ളത്, ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. 2Fന് കുറച്ച് പുറകിൽ അല്ലേ, ബിയോണ്ട് 2F. നേച്ചറോ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആണ്. നമുക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം ഒബ്ജക്റ്റിൻ്റെ സൈസിനെ കാട്ടിയും ഇമേജിൻ്റെ സൈസ് കുറച്ചും കൂടി വലുതാണ്. ഓക്കെ, പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാണ് വരുന്നത്, ബിയോണ്ട് 2F ആണ് അല്ലേ. 2Fന്ന് കുറച്ച് പുറകോട്ടാണ് വരുന്നത്, ബിയോണ്ട് 2F. ഞാൻ 2F2 എന്ന് എഴുതാം, ചില ചിത്രങ്ങളിൽ 2F1 നമ്പേഴ്സോ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സോ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, പിന്നെന്താ സൈസും വലുതല്ലേ, റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ്. എൻലാർജ് പറഞ്ഞു കഴിഞ്ഞാൽ വലുത്, കുറച്ച് വലിയ സൈസായിരിക്കും ആർക്കുള്ളത്, ഇമേജ്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വരച്ച് പഠിക്കണം. വരച്ച് പഠിക്കുമ്പം കറക്റ്റ് ഡിസ്റ്റൻസ് എടുത്താൽ മതി. നമ്മൾ ഈ 2Fഉം ഈ 0 തമ്മിൽ ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എഫ് 2 സെൻറ്റിമീറ്ററിലായിരിക്കും, കറക്റ്റ് പകുതിയിലായിരിക്കും എഫ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു പ്രത്യേക സൈസ് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റേ ഡയഗ്രാം തെറ്റൂല. അപ്പോൾ കറക്റ്റ് മെഷർ എടുത്ത് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ഇനി നാലാമത്തെ കേസ് എന്താ, ഒബ്ജക്റ്റ് അറ്റ് F1 അല്ലേ. ഒബ്ജക്റ്റ് F1ലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൂളൊക്കെ സെയിം തന്നെ. നമ്മൾ എടുത്തത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ത്രൂ F കൂടെ പോയി, മറ്റേത് ഒപ്റ്റിക് സെൻറ്റർ കൂടെ പോയി. അപ്പോൾ ഇവിടെ ഈ 2 ലൈറ്റ് റേസും തമ്മിൽ തൊടുന്നില്ല അല്ലേ, ഒരിക്കലും ഒരു പോയിന്റിൽ കൂടി ചേരുന്നില്ല. അപ്പം പാരലായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് അറ്റ് ഇൻഫിനിറ്റി, ദൂരെ എവിടെയോ ആണ് ഇമേജ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ നമുക്ക് ഇമേജിനെ കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് അത് ഇൻഫിനിറ്റിയിലാണ് ഉള്ളത്. അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇമേജ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ അത് എൻലാർജ്ഡ് ആയിരിക്കും, സൈസ് വലുതായിരിക്കും, റിയൽ ആയിരിക്കും. റിയൽ ആണ്, കാരണം എന്തുകൊണ്ടാണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. ഈ ഒബ്ജക്റ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആര് വരുന്നത്, ഇമേജ് വരുന്നത്. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും, അത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, പിന്നെ എൻലാർജ് ആയിരിക്കും, സൈസ് വലുതുമായിരിക്കും. ഓക്കെ, റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്. പക്ഷേ ഇമേജ് നമ്മൾ കാണുന്നില്ല. നമ്മൾ ഊഹിക്കുന്നത് എന്താ വെച്ചാൽ അതുള്ളത് ഇൻഫിനിറ്റിയിലാണ്, അനന്തതയിലാണ് അതുള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ കേസ്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ദ ലെൻസ്. ലെൻസിൻ്റെയും എഫിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് വെക്കുന്നത്, ഒബ്ജക്റ്റിനെ വെക്കുന്നത് ഇവിടെ. അപ്പം നേരത്തെ പോലെ 2 റൂൾസ്, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് F2 കൂടെ കടന്നു പോകുന്നുണ്ട്, അതേപോലെ ത്രൂ ഒപ്റ്റിക് സെൻറ്റർ അതും അങ്ങനെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും ഈ 2 ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല. കൂട്ടിമുട്ടാതെ നമുക്ക് എങ്ങനെയാണ് ഒരു കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഫോർമേഷൻ നടത്താൻ പറ്റുക, നമ്മൾ കൺവേർജിങ് ലെൻസ് എന്നല്ല പറഞ്ഞത് അല്ലേ. പക്ഷേ അങ്ങനത്തെ ഒരു കേസ് ഇവിടെ നടക്കാത്തത് കൊണ്ട് നമ്മളിവിടെ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഈ നേരെ വരുന്നതിലായിട്ട് പുറകോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത്, അങ്ങോട്ട് പുറകോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് 2നെ, എന്നിട്ട് പുറകിൽ ഒരു പോയിന്റ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. എന്നിട്ട് അവിടെയാണ് എന്ത് വരുന്നത്, ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്, ഇമേജും ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്, സെയിം സൈഡ് തന്നെയാണ് വരുന്നത് അല്ലേ. പിന്നെ 2 നമ്മൾ ഇതുവരെ വരച്ച ചിത്രങ്ങളിലും ഇമേജിൻ്റെ നേച്ചറും ഒബ്ജക്റ്റ്, ഈ നേച്ചറൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൂ. ഒബ്ജക്റ്റ് ഇമേജ് എങ്ങനെ തന്നെയാണ്, കുത്തനെയാണ് നിൽക്കുന്നത് അല്ലേ. ഒബ്ജക്റ്റ് ഇമേജും കുത്തനെയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഇമേജ് നമുക്ക് ഒരിക്കലും സ്ക്രീനിൽ വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു വെർച്വൽ ഇമേജാണ്, സാങ്കല്പികമായിട്ടുള്ള ഇമേജാണ്, പുറകിലാണ് ഉണ്ടാവുക, നമ്മൾ ഊഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ഇമേജ് എവിടെയാണുള്ളത്, ബിറ്റ്വീൻ F1 ആൻഡ് 2F1, ബിറ്റ്വീൻ F1
and 2f1 on left side. ഓൺ ലെഫ്റ്റ് സൈഡാണുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സോ ഇവിടെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അല്ല, നേരെ മറിച്ച് നേരെയാണ്, വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, എൻലാർജ്ഡ് ആണ്. വെർച്വൽ, ഇറക്റ്റ്, എൻലാർജ്. സൈസ് വലുതാണ് അല്ലേ, സൈസ് വലുതാണ്. ഇതാണ് കോൺവെക്സ് ലെൻസിൻ്റെ 5 പൊസിഷൻസും 5 ഇമേജ് ഫോർമേഷൻ്റെ പ്രത്യേകതകളും. ഓക്കെ, ഇനി നമ്മൾ നോക്കിയതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, വെൻ ഒബ്ജക്റ്റ് ഇസ് അറ്റ് 2F നമ്മൾ ഒബ്ജക്റ്റ് വെച്ചപ്പം എന്തായിരുന്നു ഇമേജിൻ്റെ പ്രത്യേകത? എവിടെയായിരുന്നു ഇമേജ് ഫോം ചെയ്തത്? ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത്? 2F2ലായിരുന്നു അല്ലേ, ഓപ്പോസിറ്റ് സൈഡിൽ. 2F2 ഓൺ അതർ സൈഡാണ് ഇമേജ് ഉണ്ടായത്, on other side. Characteristics of image of real, inverted, real ആണ്, inverted ആണ്, സെയിം സൈസ് ആണ് വരുന്നത് അല്ലേ. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് തന്നെയായിരുന്നു നമ്മൾ നോക്കിയപ്പോൾ 2F വെച്ചപ്പോൾ, സെയിം സൈസ് ആസ് ഒബ്ജക്റ്റ്. സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ്. പിന്നെ വരുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചപ്പം ഇമേജ് നമുക്ക് എവിടെയാണ് കിട്ടിയത്? മറ്റേ സൈഡിൽ ബിയോണ്ട് 2Fലായിരുന്നു അല്ലേ. ബിയോണ്ട് 2F ഓൺ അതർ സൈഡ്. മറ്റേ സൈഡിൽ ബിയോണ്ട് 2Fലായിരുന്നു നമുക്ക് ഇമേജ് കിട്ടിയത്. നേച്ചറോ റിയൽ ആയിരുന്നു, ഇൻവേർട്ടഡ് ആയിരുന്നു, പിന്നെ എൻലാർജ്ഡ് ആയിരുന്നു. റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ്. സൈസ് വലുതായിരുന്നു. ഇനി ഇത് നമ്മൾ കണ്ടതാണ്. അറ്റ് എഫ് വെച്ചപ്പം ഇൻഫിനിറ്റിയിൽ എവിടെയോ ആണ്, ഇമേജ് ഫോമിൽ ഫാർ അവയിലാണുള്ളത്. മാഗ്നിഫൈഡ് ആണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. വലിയതായിരിക്കും കാണാനുള്ളത്, പക്ഷെ നമുക്ക് കാണുന്നില്ല. ഇനി വരുന്ന ലാസ്റ്റ് കണ്ടത് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. എഫ് ആൻഡ് ലെൻസ് വെച്ചപ്പം നമുക്ക് എവിടെയാണ് ഒബ്ജക്റ്റ് കിട്ടിയത്? between F1, between F and 2F on same side, on same side, ഒരേ സൈഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. നേച്ചർ ഓഫ് വെർച്വൽ, ഇറക്റ്റ്, enlarged അല്ല മാഗ്നിഫൈഡ്. എൻലാർജ് മാഗ്നിഫൈഡ് സെയിം ആണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പം കണ്ട് കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺകേവ് ലെൻസിൻ്റെ ഇതേപോലെ റേ ഡയഗ്രം വരയ്ക്കാനുള്ള റൂൾസും അതേപോലെ ഇമേജ് ഫോർമേഷൻ. അപ്പോൾ ഇവിടെ കോൺകേവ് ലെൻസിൻ്റെ റൂൾസ്. കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകം നമ്മൾ കണ്ടതാണ് അല്ലേ. അവിടെ ഒരിക്കലും നമുക്ക് ഒരു പോയിന്റിലേക്ക് ലൈറ്റ് റേസിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് തോന്നുന്ന എന്താ, ഒരു പോയിന്റിൽ നിന്ന് ലൈറ്റ് റേസ് പുറത്തേക്ക് വരുന്ന പോലെയാണ് അല്ലേ. അതുകൊണ്ടാണ് ഡൈവേർജിങ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആദ്യത്തെ റൂൾ എന്താ? എ ലൈറ്റ് റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ്. നമുക്ക് ഒരു ലൈറ്റ് റേ പാരലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് തോന്നുന്ന എന്താ, പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് അത് ഡൈവേർജ് ചെയ്ത് വരുന്ന പോലെ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് നേരെ ഇങ്ങനെ വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. സെയിം സൈഡിൽ നിന്ന് നമുക്ക് ഇത് പുറത്തേക്ക് വരുന്ന പോലെ, റിഫ്രാക്ഷന് ശേഷം പുറത്തേക്ക് വരുന്ന പോലെയാണ് തോന്നുന്നത്. അതാണ് ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ എന്താ? സെക്കൻഡ് റൂൾ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ലൈറ്റ് റേ അത് നേരെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള എങ്ങോട്ടേക്കാണ്? റൈറ്റ് സൈഡിലേക്കുള്ള ഫോക്കസിൻ്റെ മുകളിലാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് റിഫ്രാക്റ്റിന് ശേഷം നേരെ എഫിലേക്ക് വരാതെ പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലായിട്ട് പോകും. ഓക്കെ, നേരെ വരുന്ന എങ്ങോട്ടേക്കായിരുന്നത്? എഫിലേക്കാണ് നമ്മൾ അതിനെ ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ റിഫ്രാക്ഷന് ശേഷം അത് പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലായിട്ടായിരിക്കും പോവുക. അതാണ് സെക്കൻഡ് റൂൾ. ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ദ ലെൻസ് directed towards the principal focus on the other side will emerge parallel to the principal axis. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടായിരിക്കും പോവുക. മൂന്നാമത്തെ റൂൾ, അത് നമ്മൾ നേരത്തെ കണ്ട കോൺവെക്സ് ലെൻസിന് അതേ റൂള് തന്നെ.
ലൈറ്റ് റേസ് ത്രൂ ഒപ്റ്റിക് സെൻറ്റർ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഗോസ് സ്ട്രേറ്റ് വിതൗട്ട് ഡീവിയേഷൻ. ഒരു ഡീവിയേഷനും സംഭവിക്കാതെ അത് നേരെ തന്നെ അങ്ങോട്ട് കടന്നു പോകും. ഓക്കെ, അത് രണ്ടിനും സെയിം ആയിരുന്നു. ഇതാണ് 3 റൂൾസ് ഇതിന് കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പോലെ കോൺവെക്സ് ലെൻസിൻ്റെ പോലെ ഇവിടെ ആകെ 2 കേസേ ഉള്ളൂ, 5 കേസ് ഇല്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇമേജ് ഫോർമേഷൻ ഒരേ സ്ഥലത്താണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. അപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ വെക്കുന്നത് എവിടെയാണ്? എഫിൻ്റെ അതേപോലെ തന്നെ 2Fൻ്റെ ഇടയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പം ഇത് പാരലൽ വൈറ്റ് വന്നു. നേരെ നമുക്ക് എങ്ങനെയാണ് തോന്നുക? F1 പുറത്തേക്ക് വരുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ നേരത്തെ പോലെ തന്നെ ഒപ്റ്റിക് സെൻറ്റർ കൂടെ പാസ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ഒരിക്കലും ഈ 2 ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളിതിനെ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെ ആയിരിക്കും നമ്മളുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഇമേജ്. ഓക്കെ, ഇമേജ് എവിടെയാണ് ഉണ്ടാവുന്നത്? അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? പൊസിഷൻ ഓഫ് ദ ഇമേജ് എവിടെയാണ് വരുന്നത്? ബിറ്റ്വീൻ എഫ് ആൻഡ് O1 അല്ലേ? എഫിൻ്റെയും ഓൻ്റെയും ഇടയിലാണ് വരുന്നത്. ബിറ്റ്വീൻ എഫ് ആൻഡ് O. എഫിൻ്റെയും ഓൻ്റെ ഇടയിലാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സോ വെർച്വലാണ്, ഇറക്റ്റാണ്, ഡിമിനിഷ്ഡാണ് അല്ലേ? സൈസ് ചെറുതാണ്. വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. എവിടെയാണ് ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ എഫ് ആൻഡ് O തന്നെയാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. വെർച്വലാണ്, ഇറക്റ്റാണ്. ഓക്കെ, സെക്കൻഡ് കേസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. എഫിൻ്റെ അതേപോലെ ലെൻസിനിടയിലാണ് നമ്മളുടെ ഒബ്ജക്റ്റ് വെക്കുന്നത്. ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? വീണ്ടും തന്നെ സെയിം റൂൾ തന്നെ, നേരത്തെ പോലെ തന്നെ പുറകോട്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പം ഇവിടെയും നമുക്ക് ഇമേജ് എവിടെ തന്നെയാണ് കിട്ടുന്നത്? ഇമേജ് ബിറ്റ്വീൻ എഫ് ആൻഡ് O തന്നെയല്ലേ? എവിടെ വെച്ച് കഴിഞ്ഞാലും കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത ഇതാണ് അല്ലേ? ഇവിടെ സെയിം പൊസിഷനിലായിരിക്കും ഉണ്ടാവുക ഇമേജ് ഉണ്ടാവുക. പൊസിഷൻ ഓഫ് ദ ഇമേജ് വീണ്ടും എവിടെ തന്നെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് O. അതിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. അതുകൊണ്ട് ഇനി അധികം നമ്മൾ പൊസിഷൻ മാറ്റി മാറ്റി നോക്കൂല. കാരണം എവിടെ വെച്ചാലും സെയിം സ്ഥലത്ത് തന്നെയാണ് എന്തുണ്ടാവുന്നത്? ഇമേജ് ഉണ്ടാവുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? നേരത്തെ പോലെ തന്നെ വെർച്വലാണ്, ഇറക്റ്റാണ്, പിന്നെ ഡിമിനിഷ്ഡാണ് അല്ലേ? ഒബ്ജക്റ്റിനെക്കാട്ടി ചെറുതാണ്. വെർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ്. അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് കോൺകേവ് ലെൻസിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. അപ്പം ഇനി ഇവിടെ നോക്കാം. ബിറ്റ്വീൻ എഫ് ആൻഡ് 2F വെച്ചപ്പം എവിടെയാണ് ഇമേജ് ഉണ്ടായത്? ബിറ്റ്വീൻ എഫ് ആൻഡ് O. ബിറ്റ്വീൻ എഫ് ആൻഡ് O സെയിം സൈഡാണ് അല്ലേ? സെയിം സൈഡിൽ തന്നെ. റിയൽ ഓർ വെർച്വലാണ്. ഇൻവെർട്ടഡ് ഓർ ഇറക്റ്റ് ആണ്. മാഗ്നിഫൈഡ് ആണോ? അല്ല, ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് വീണ്ടും എവിടെ തന്നെയാണ് ഇമേജ് ഫോം ചെയ്തിരുന്നത്? ബിറ്റ്വീൻ എഫ് ആൻഡ് O സെയിം സൈഡ് തന്നെ. ബിറ്റ്വീൻ എഫ് ആൻഡ് O സെയിം സൈഡ്. റിയലാണോ വെർച്വലാണോ? വീണ്ടും വെർച്വൽ. ഇൻവെർട്ടഡ് ആണോ? അല്ല, ഇറക്റ്റ് ആണ്. മാഗ്നിഫൈഡ് ഓർ ഡിമിനിഷ്ഡ്. ഇത്രയാണ് നമുക്ക് റേ ഡയഗ്രാംസ് വരയ്ക്കാനും പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റിൻസിന് ഇമേജിനെ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇത് നല്ലോണം വരച്ച് പഠിക്കുക. പൊസിഷനൊക്കെ കറക്റ്റായിട്ട് ഓർമ്മിച്ച് വെക്കുക. നമ്മളിപ്പം വരച്ച് നോക്കണം. അതിൻ്റെ ഐഡിയാസ് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും പഠിക്കുന്നുള്ളൂ. ഇനി അടുത്ത ക്ലാസ് നമ്മൾ മാഗ്നിഫിക്കേഷനും ലെൻസ് ഫോമിലൊക്കെ പഠിക്കും. അപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.